മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ഉദ്ധിതനായ മിശിഹായുടെ പ്രത്യക്ഷപ്പെടലുകളിൽ ഏറ്റവും വൈകാരിക തീവ്രത നിറഞ്ഞതും നാടകീയത നിറഞ്ഞതുമായ ഒന്നാണ് തോമായ്ക്ക് മുന്നിലുള്ള ഈശോയുടെ പ്രത്യക്ഷപ്പെടൽ. തോമ എന്നുള്ള പദം താം എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. അർത്ഥങ്ങളിലൊന്ന് കളങ്കരഹിതൻ എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദിദിമോസ് എന്നും തോമായെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇരട്ട എന്നുള്ളതാണല്ലോ അർത്ഥം. ഈശോയോട് രൂപസാദൃശ്യത്തിലും സദൃശ്യനായവനായിരുന്നു തോമ. അതുകൊണ്ടായിരിക്കാം ഗസ്തമൻ തോട്ടത്തില് ചുംബനത്തിലൂടെ കൃത്യമായിട്ട് ഈശോയെ ഒറ്റിക്കൊടുക്കണമെന്ന് യൂദാസിനെ ഭരണാധികാരികള് ചട്ടം കൊടുക്കുന്നത്. ആളുമാറി ഈശോയെ പോലെ രൂപസാദൃശ്യത്തിലും സദൃശ്യനായിരിക്കുന്ന തോമായെ അറസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ലല്ലോ. കളങ്കരഹിതനായിരുന്നു തോമ. അഗാധമായ സ്നേഹവും ആഴമായ ധൈര്യവും ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. ഈശോയുടെ മരണത്തിന് ശേഷം ഭയന്ന് ഒരു മുറിക്കുള്ളിൽ കതകടച്ചിരുന്ന ഈശോയുടെ ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഈശോ വരികയാണ്. ആ സമയത്ത് തോമ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സുവിശേഷം. സഭാ പാരമ്പര്യങ്ങളിൽ ചന്തമേറുന്ന ഒന്ന് ഇപ്രകാരമാണ്: തോമ ഈശോയെ തിരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു എന്നുള്ളതാണ്. ഈശോയെ തിരഞ്ഞ് തോമ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും ചുറ്റുപാടുകളിലും ഈശോയെ അന്വേഷിച്ചിറങ്ങുമ്പോൾ, ഈശോയെ തിരഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് മാറുകയാണ്. ഇന്നലെ ഈശോയുടെ പക്കലേക്ക്, സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ നമ്മൾ യാത്രയാക്കിയ 12 വർഷക്കാലം സഭയെ ധീരമായി നയിച്ച ഫ്രാൻസിസ് പാപ്പ താൻ തിരഞ്ഞെടുക്കുന്ന യാത്രകളിലെല്ലാം ദിവസത്തിന്റെ കൃത്യമായ മണിക്കൂറുകൾ പാവപ്പെട്ടവർക്കും അനാഥർക്കുമായിട്ട് മാറ്റിവെക്കണമെന്ന് ജീവിതത്തിൽ ശാഠ്യം പുലർത്തിയിരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വീഡിയോ അവസാനിക്കുന്നത് ഈ ഒറ്റവാചകം പറഞ്ഞുകൊണ്ടാണ്: ഈശോ വന്നുപോയി. ഈശോ ഇങ്ങനെ വന്നുപോയിരുന്നു. തൻ്റെ ചുറ്റുപാടുമുള്ളവരിലേക്കും താൻ വസിക്കുന്ന ഇടങ്ങളിലും ഈശോയെ തിരഞ്ഞ് ജീവിതകാലം മുഴുവൻ ഇറങ്ങി തിരിച്ച ഒരു മനുഷ്യൻ. ഉദ്ധാന പുലരിയില് കല്ലറയ്ക്ക് വെളിയില് മറിയം എന്നു പേരായ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൾ ഈശോയെ തിരഞ്ഞു വന്നതാണ്. അവർ അവനെ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ വല്ലാണ്ട് ആകുലപ്പെടുകയാണ്. ഈശോയെ തിരഞ്ഞിറങ്ങുമ്പോൾ, ഈശോയെ അന്വേഷിച്ചിറങ്ങുമ്പോൾ നമ്മൾ തോമായെ പോലെ ആയി തീരുകയാണ്. അവിടെയാണ് പുതുഞായർ തികച്ചും അർത്ഥവത്തായി മാറുന്നത്. അഗാധമായ ധൈര്യമുള്ളവർക്ക് മാത്രമേ ഈശോയെ ആഴമായിട്ട് സ്നേഹിക്കാനാവും. തോമാസ് ലീഗ ധൈര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് ഈശോയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞ ധൈര്യശാലിയായിരുന്നു തോമ. വായിച്ചു കേട്ട സുവിശേഷം എഴുതി വെച്ചിരിക്കുന്ന ഈ യോഹന്നാൻ സ്ലീഹ തന്നെ ധൈര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷം രചിക്കുന്ന സമയത്തെ ഭരണാധികാരി തന്നെ 2-ാം അഗസ്റ്റസ്, ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അങ്ങനെയുള്ളൊരു സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സമയത്ത് താൻ എഴുതുന്ന സുവിശേഷത്തില് നസറത്തിലെ ഈശോയെ തോമാസ് ലീഗ എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് ഏറ്റുപറയുന്ന ഭാഗം എഴുതി ചേർക്കുന്നതിലൂടെ ധൈര്യമായിട്ട് സുവിശേഷകനായ യോഹന്നാൻ എഴുതി വെക്കുകയാണ്: നമ്മളിങ്ങനെ മനുഷ്യരെ ദൈവമായിട്ട് കാണുന്ന കട്ട് സമ്പ്രദായത്തെ പൊളിച്ചെഴുതണം. നസറത്തിലെ ഈശോ മാത്രമാണ് യഥാർത്ഥ ദൈവവും യഥാർത്ഥ കർത്താവും. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ്: നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലും ഈശോയെ തിരയാൻ, ഈശോയെ അന്വേഷിച്ചിറങ്ങാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരല്പം കൂടി അഗാധമായ ധൈര്യമുള്ളവരായിട്ട്, ആഴത്തിൽ ഈശോയെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.